ഹലോ. ഇന്ന് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് കേട്ടോ തയ്ക്കുന്നത്. ഇതിൻ്റെ ഷോർട്ട്സ് ഇട്ടിരുന്നു, അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്ന് കാണിക്കുന്നത്. ഫ്രില്ല് കൊടുക്കാനുള്ളതാണ് കേട്ടോ ആ നെറ്റിയിൽ വർക്ക് വരുന്നത്. വർക്കെല്ലാം ഗിൽറ്റ് വർക്കാണ് അത് വരുന്നത്. അപ്പോൾ അത് ലൈനിങ് ആണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് എത്രയാണ് ഷോൾഡർ അതിൻ്റെ നേർ പകുതി എടുക്കുക. എനിക്കിവിടെ 7 ഇഞ്ചാണ് വേണ്ടത്. ഞാൻ 7 ഇഞ്ച് അടയാളപ്പെടുത്തി. അതുപോലെ കൈക്കുഴിയും ആ ഷോൾഡർ എത്രയാണോ അത് തന്നെയായിരിക്കും നമ്മുടെ കൈക്കുഴിയും വരുന്നത്. അപ്പോൾ ഞാൻ ഷോൾഡറും 7, കൈക്കുഴിയും 7 തന്നെ അടയാളപ്പെടുത്തി. അത് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞ് നമുക്കിവിടെ വണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ 5 ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ കാൽഭാഗം കാണുക. ആ 4 അടയാളപ്പെടുത്തി. പിന്നെ തയ്യൽ തുമ്പൂടി ഇടുക. അതേപോലെ ഷേപ്പിൻ്റെ വണ്ണം ഞാൻ അടയാളപ്പെടുത്തിയത് അത് മിസ്സായിപ്പോയെന്ന് തോന്നുന്നു. അപ്പം ഷേപ്പിൻ്റെ വണ്ണം എത്രയാണോ അത് നമുക്ക് നേർപകുതിയാണ്. നേർപകുതിയല്ല, കാൽഭാഗം. അതും കാൽഭാഗം കണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് താഴേക്ക് യോജിപ്പിച്ച് വരയ്ക്കുക. സ്ലിറ്റ് ഇല്ലാത്ത ടോപ്പാണല്ലോ, അപ്പം നമുക്ക് വീതി എത്രയുണ്ടോ അതിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. ഇനി താഴ്ഭാഗം എല്ലാം ഷേപ്പ് ചെയ്തു കട്ട് ചെയ്തു. അതൊന്നും കാണത്തില്ല അതിനകത്ത്, സോറി. പിന്നെ കൈക്കുഴി കറക്റ്റായിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ്ങിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി ആ ലൈനിങ് വെച്ചിട്ട് വേണം നമ്മൾ നല്ല തുണി കട്ട് ചെയ്തെടുക്കാൻ. അപ്പം കറക്റ്റായിട്ട് വെച്ചിട്ട് ഇനി നല്ല തുണി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ നല്ല തുണി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വീതി കൂട്ടിയെടുക്കണം കേട്ടോ. സൈഡിൽ കുറച്ചുകൂടെ വീതി കിട്ടും. ലൈനിങ്ങിൻ്റേത് കുറവാണ്. അപ്പം ഷേപ്പിൻ്റെ അവിടുന്ന് തൊട്ട് താഴത്തേക്ക് ഒരു കോൺ ഷേപ്പിൽ കുറച്ചുകൂടെ വീതിയിൽ വെട്ടിയെടുക്കണം കേട്ടോ. ഇനി കൈക്കുഴിയുടെ ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടുക. ഈ വരച്ചേക്കുന്ന പോലെ തന്നെ ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടുക. ഇത് കൈ വെട്ടാനുള്ളതായിരുന്നു. ആ വീഡിയോ എനിക്ക് കിട്ടിയില്ല കേട്ടോ. കൈ വെട്ടുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാമേ. ഇത് നമുക്ക് താഴെ ഫ്രില്ല് കൊടുക്കാനുള്ളതാണ്. 8 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. തയ്യൽ തുമ്പോട് കൂടി 8 ഇഞ്ച് വീതി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് എത്രയാണോ പ്ലീറ്റ്സ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പം എളുപ്പത്തിന് വേണ്ടി ഞാൻ ആദ്യം ആ ഒരു കട്ട് ചെയ്ത ആ ഒരു പീസ് വെച്ചിട്ടാണ് കേട്ടോ അടുത്തത് കട്ട് ചെയ്യുന്നത്. അളക്കാൻ പറ്റില്ലാത്തതുകൊണ്ട്. അപ്പം ഞാൻ ഇത്രയുമാണ് എടുത്തിട്ടുള്ളത് താഴെ പ്ലീറ്റ്സ് കൊടുക്കാൻ. അപ്പം നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. കൈ വെട്ടുന്നത് സോറി, ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാം കേട്ടോ. എനിക്കത് മിസ്സായിപ്പോയി. ഇനിയിപ്പം നമുക്ക് ലൈനിങ് കൂട്ടിപ്പിടിപ്പിക്കാം. അതുപോലെ 2 പീസും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ലൈനിങ് എല്ലാം കൂട്ടി രണ്ടും ബാക്കും ഫ്രണ്ടും ഒരേപോലെ തന്നെ കൂട്ടിയടിച്ചെടുക്കാം. രണ്ട് പീസും ലൈനിങ് കൂട്ടി അഴിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് നടുവേ മടക്കിയെടുത്തിട്ട് കഴുത്ത് ഞാനൊരു വീനക്ക് കട്ട് ചെയ്ത് സ്റ്റിപ്പയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് എത്രയാണോ അകലവും കഴുത്തിറക്കവും വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അളവ് എടുത്താൽ മതി. സ്ട്രെയിറ്റ് ആയിട്ടുള്ള വി അല്ല, ഞാനൊരു ചെറിയൊരു ആലിലയുടെ ഷേപ്പിലുള്ള വി ആട്ടോ കട്ട് ചെയ്തത്. എനിക്ക് കൂടിയിരിക്കാതെ കുറച്ച് അകന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മളതൊരു സ്റ്റിപ്പയിലേക്ക് ആ കഴുത്ത് വെച്ചിട്ട് ഫ്ലാപ്പ് കൊടുക്കാനുള്ളതാണ് കേട്ടോ ഈ കട്ട് ചെയ്യുന്നത്. അപ്പം അതേ രീതിയിൽ വെച്ചിട്ട് വരച്ചെടുക്കാം. കറക്റ്റായിട്ട് വെച്ച് ആ ഒരു വി ഷേപ്പിൽ സ്റ്റിപ്പയിലേക്ക് വരയ്ക്കാം. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് എത്ര ഇഞ്ച് വീതി വേണോ അത്രയും ഇടാം. ഞാനിവിടെ 2 ഇഞ്ചാണ് വീതി എടുക്കുന്നത് കേട്ടോ. ഫ്ലാപ്പിൻ്റെ വീതി 2 ഇഞ്ച് ആണ് എടുക്കുന്നത്. അപ്പം ഈ ഒരു ഷേപ്പിൽ അത് വരച്ചിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ വീടെ ആ ഒരു ഭാഗം കണ്ടോ ഞാൻ ചെരിച്ച് വരച്ചിരിക്കുന്നത്, അത് ആ 2 സൈഡിലേക്ക് ഒരു കോൺ പോലെ ആക്കിയെടുക്കണം. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തു കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബ്ലാക്കിൻ്റെ മുകളിൽ വെച്ചത്. അപ്പോൾ ആ സ്റ്റിപ്പ് ഞാനൊരു ലൈനിങ് തുണിയിൽ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഈ നെറ്റയിലാണ് അത് ചെയ്യുന്നത്. ലൈനിങ് വെച്ചിട്ട് സ്റ്റിപ്പ് ഒട്ടിച്ചതിന് ശേഷം ഞാനത് നെറ്റയിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുവാണേ. നെറ്റാണ് നമുക്ക് വേണ്ടത്. അതിന് മുകളിൽ വെക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലിരിക്കണം. അപ്പം ഇനി നമുക്കത് ഒരു ലൈനിങ്ങിലേക്ക് വെച്ചിട്ട് അത് തയ്ച്ച് മറിച്ചെടുക്കണം.
ഞാൻ ഈ ചെയ്യുന്ന രീതി പോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. എല്ലാവരും ഇങ്ങനെയാണോ ചെയ്യണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഫ്ലാപ്പ് മറിച്ചെടുക്കണത് ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കും. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഈ രീതിയിൽ 2 സൈഡ് മാത്രം അടിച്ചെടുക്കുക. നമുക്ക് ആ ബാലൻസ് എടുക്കുന്ന പീസെല്ലാം കട്ട് ചെയ്ത് അത് ഒരേപോലെ തന്നെ ആക്കിയെടുക്കണേ. ഇതുപോലെ തന്നെ മറ്റേതും സ്റ്റിപ്പ് ഒട്ടിച്ചേക്കുന്നത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണേ. അപ്പോൾ 2 ഫ്ലാപ്പ് നമുക്ക് ഇതുപോലെ ഉള്ളിലേക്ക് മറിച്ച് എടുക്കണം. സ്റ്റിപ്പിൻ്റെ ഭാഗം ഉള്ളിലേക്കായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ രണ്ടും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുത്തിലേക്ക് വെച്ചടിക്കാനാണ് പോകുന്നത്. കറക്റ്റ് ആ വി ഷേപ്പിലേക്ക് ആ ഫ്ലാപ്പ് വെച്ച് അടിച്ചു കൊടുക്കണം. ഇതുണ്ട്, ഇതുപോലെ സ്റ്റിപ്പ് ഒട്ടിച്ച ഭാഗം വെച്ച് കൊടുക്കണം. എനിക്ക് ഇത്തിരി കുറവ് വന്നിട്ടുണ്ട് അവിടെ, ഷോൾഡറിൻ്റെ അവിടെ. പ്രശ്നമില്ലാതെ അടിച്ചു പോയിക്കോളും. അപ്പം ഈ രീതിയിൽ കഴുത്തടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ആ നല്ല വശം ലൈൻ ഒരു കഴുത്തടിക്കാനുള്ള ഒരു പീസിലേക്ക് നല്ല ഭാഗം വെച്ച് കൊടുത്തിട്ട് 1/4 ഇഞ്ച് അകലത്തിൽ നമുക്ക് കഴുത്ത് അടിക്കാം. ഇതുപോലെ തയ്ച്ചെടുക്കണം കേട്ടോ. കഴുത്ത് ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ വി ഷേപ്പ് കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാം. എന്നിട്ട് ആ വേസ്റ്റ് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കഴുത്തിൻ്റെ സൈഡ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. നമുക്ക് തയ്ച്ച് മറിച്ചെടുക്കാൻ എളുപ്പത്തിനാണ്, നല്ല വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ തിരിച്ചിട്ടിട്ട് നമുക്ക് ആ ഒരു ബാലൻസ് വരുന്ന പീസെല്ലാം കട്ട് ചെയ്ത് കളയാം. ഇനി ആ ഷേപ്പ് അടിക്കാനെടുത്ത ആ പീസയിൽ നമുക്കൊരു സ്റ്റിച്ച് പതിച്ചടിച്ചു കൊടുക്കണം. നല്ല വൃത്തിയായിട്ട് മറിച്ചെടുക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതും ചെയ്തിട്ടുണ്ട്. ഇനി ആ പീസ് ഉള്ളിലേക്ക് വെച്ചിട്ട് കണ്ടോ, ആ രീതിയിൽ പുറമേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്ലാപ്പൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ടിരിക്കും. ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ പുറം കാണി കൊടുക്കുക. നമ്മുടെ കഴുത്ത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് കഴുത്ത് അതുപോലെ തന്നെ നമ്മളൊരു പീസ് വെച്ചിട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്ക് കഴുത്തും വി തന്നെയാട്ടോ വെട്ടിയിരുന്നത്, ഒരേപോലെ ഇട്ടാണ് വെട്ടിയിരുന്നത്. അതും ചെയ്തു. ഇനി ഷോൾഡർ കൂട്ടിയടിക്കുകയാണ് കേട്ടോ. ഇതാ 2 ഷോൾഡറും ഒരു 1/2 ഇഞ്ച് വീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്തത്. പിന്നെ നമ്മുടെ വണ്ണം എത്രയാണോ അത് അടയാളപ്പെടുത്തിയിട്ട് 2 സൈഡിലും ഒരേപോലെ അടയാളപ്പെടുത്തിയിട്ട് ആ വണ്ണം കൂടി കറക്റ്റാക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വണ്ണം തയ്ച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കറക്റ്റാണോ എന്ന് നോക്കുക. പിന്നെ ഇനിയിപ്പം സ്ലീവാണ്. സ്ലീവിൻ്റെ പ്ലീറ്റ്സൊക്കെ ഇട്ട് കൊടുക്കുക. ചെറിയ കുടുക്കക്കൈയാണ് കേട്ടോ തയ്ക്കുന്നത്. അപ്പം താഴെ മേളിലായിട്ട് പ്ലീറ്റ്സ് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീതി കുറഞ്ഞ ഒരു പടിയാണ് കൈയുടെ താഴെ കൊടുക്കുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. ഞാൻ എങ്ങനെയാണ് ഈ കുടുക്കക്കൈ വെട്ടുന്നതെന്നുള്ളത് പിന്നെ ചെയ്യാം കേട്ടോ. എനിക്കത് ഇതിൽ വീഡിയോ കിട്ടിയിട്ടില്ല, എടുത്തതായിരുന്നു, അതെങ്ങനെയോ അതെനിക്ക് കിട്ടിയില്ല. അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. അപ്പം ഇങ്ങനെ ഇരിക്കും. ചെറിയ കൊടുക്ക, ഒരുപാട് വലുപ്പമില്ല, ചെറിയ വീതിക്ക് പടി കൊടുക്കുക അതിന് അടിയിൽ. ഇതേപോലെ നമുക്ക് വീതി എത്ര വേണേലും കൂട്ടിയെടുക്കാം കേട്ടോ. ഞാൻ ചെറുതായിട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് 2 മടക്കായിട്ട് മടക്കിയിട്ട് ഒരു 1/2 ഇഞ്ച് അടുത്ത് വരുന്ന ഒരു വീതി, 1/2 ഇഞ്ച് ഫുള്ളില്ല, അപ്പം 1/2 ഇഞ്ച് അടുത്ത് വരുന്ന വീതിക്ക് ഒരു കുഞ്ഞിപ്പടി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പം ഇനി കൈ കൂട്ടി പിടിപ്പിക്കുകയാണ്. ഷോൾഡറിൽ വെച്ചിട്ട് ഞാൻ നീളത്തിലല്ല അടിക്കുന്നത്, റൗണ്ടിലാണ് കൈ കൊടുക്കുന്നത് കേട്ടോ. എനിക്കതാണ് കുറച്ച് ഇഷ്ടം. അപ്പം ഞാൻ അതുകൊണ്ട് റൗണ്ടിലാണ് അടിച്ചെടുക്കുന്നത്. ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് കൈയുടെ സെൻറ്റർ അടയാളപ്പെടുത്തി ആ ഷോൾഡറിലേക്ക് വെച്ചിട്ടാണ് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം അതും കൂട്ടി പിടിപ്പിക്കുകയാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാലോ ഇപ്പോൾ. അപ്പം ഞാൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇനി കൈയുടെ വണ്ണം അടയാളപ്പെടുത്തിയിട്ട് അതുകൂടെ കൂട്ടിപ്പിടിപ്പിച്ചിട്ട് റൗണ്ടിൽ ഒന്നുകൂടെ ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ 2 കൈയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കും.
അപ്പം ഇനി നമുക്ക് ഫ്രില്ല് കൊടുക്കണം. ഫ്രില്ലൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ ഫ്രില്ല് ലൈനിങ്ങിലും നെറ്റിലും പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ടോപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് കൂട്ടിപ്പിടിപ്പിക്കാം. ലൈനിങ്ങും നെറ്റും കൂടി ഒരുമിച്ച് കൂട്ടിപ്പിടിപ്പിക്കുകയാണ്. ഇനി ഇത് റൗണ്ടിൽ അടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു പരിചയമൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു മിസ്റ്റേക്കൊക്കെ ഉണ്ട്. ഞാനത് പതിയെ റെഡിയാക്കി എടുക്കാം കേട്ടോ. എനിക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ അറിയാവുള്ളൂ പറയാൻ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് എനിക്കറിയാം. പരിചയമില്ലാത്തതിൻ്റെയാണ്. നമുക്ക് വരും വീഡിയോകളിൽ അത് ഞാൻ ശ്രദ്ധിച്ച് റെഡിയാക്കി സംസാരിക്കാം കേട്ടോ. കറക്റ്റായിട്ട് പറഞ്ഞു തരാനൊന്നും എനിക്കങ്ങനെ അറിയില്ല. അപ്പം ഇതാണ് നമ്മുടെ ടോപ്പ് തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ വേണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുതേ.